എൻ്റെ മക്കളെ അമ്മക്കിളി ലണ്ടനിലെ വിശേഷങ്ങളെല്ലാം ഇട്ടല്ലോ. ഇനിയും അതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിശേഷമുണ്ട് കേട്ടോ. അതെന്താന്ന് നമുക്ക് നോക്കാം. ലണ്ടൻ സിറ്റി ആണോ എന്ന് ചോദിച്ചാൽ സിറ്റി അല്ല. എന്നാൽ ലണ്ടൻ സിറ്റിന്ന് ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ ദൂരം കേട്ടോ. അങ്ങനെ ഒരു സ്ഥലത്താണ് അമ്മക്കിളി പോയത്. ഈ സ്ഥലത്തിന്റെ പേര് പ്രിംറോസ് ഹിൽ എന്നാണ്. ശാന്തസുന്ദരമായ ഒരു സ്ഥലം, ഭയങ്കര ജനത്തിരക്ക് അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലം. ഞാൻ ആദ്യം വിചാരിച്ചു എന്താടാ ലണ്ടനിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ എന്ന് പോലും വിചാരിച്ചു പോയി. അത്ര ഫീലായിരുന്നു കേട്ടോ. അതും ബീറ്റിയൊക്കെ നല്ല ലൈറ്റ് കത്തി ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ലണ്ടന്റെ മുഴുവൻ ഭാഗങ്ങളും കാണാൻ പറ്റി. പാർക്കിൽ നടക്കുന്നവരുണ്ട്, എക്സസൈസ് ചെയ്യുന്നവരുണ്ട്, ഇങ്ങനെ മലമുകളിൽ വന്നിട്ട് റിലാക്സ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരെ അവിടെ നമുക്ക് കാണാൻ പറ്റിയായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പൊ ഇവിടെ വേറെ എന്തോ ഒരു പ്രത്യേകത വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അറിഞ്ഞതാണത്. സാധാരണ ഇവിടെ ഈ ലണ്ടനിൽ ഓരോ വിശേഷങ്ങൾ നടക്കുമല്ലോ. അപ്പം വെടിമരുന്ന് പ്രയോഗം നടക്കുമ്പം ഇത് കാണാൻ വേണ്ടി എല്ലാവരും ഈ പ്രിംറോസ് ഹില്ലിന്റെ മണ്ടയിൽ പോയി നിന്നാണ് കാണുന്നത്. സൺസെറ്റും നന്നായി ഇവിടെ പോയി നിന്നാൽ കാണാൻ പറ്റും. ഇത് രണ്ടും അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. പക്ഷെങ്കിൽ ഇപ്പൊ അങ്ങനെ എല്ലാവർക്കും ഈ ഫയർ വർക്സിന്റെ ഇത് നടക്കുമ്പം അവിടെ പോകാൻ പറ്റത്തില്ല. അതിന്റെ കാരണം എനിക്ക് തോന്നുന്നു ഇപ്പൊ അടുത്തിടെ എങ്ങാണ്ടാണ് ഇങ്ങനെ ഒരു റൂൾസ് കൊണ്ടുവന്നിരിക്കുന്നത്. അഥവാ പോകണമെങ്കിൽ ടിക്കറ്റ് എടുത്തേ പോകാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് ഈ പാർക്ക് മുഴുവൻ അവർ ബ്ലോക്ക് ചെയ്യും. ജനങ്ങൾ ഒത്തിരി തടിച്ചു കൂടുന്നതുകൊണ്ടായിരിക്കാം ടിക്കറ്റ് വെച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര വലിയൊരു പാർക്കാണ് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട്. ഞങ്ങൾ ആ സന്ധ്യ സമയത്താണ് നിന്നത് കൊണ്ടേ ആ സൺസെറ്റും ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റി. കണ്ടില്ലേ ബീറ്റി നിൽക്കുന്ന നിപ്പ് എന്തൊരു ഭംഗിയാന്ന് നോക്ക്. സ്കൈ ഗാർഡനിൽ പോയി കാണിച്ചത് അത് വേറൊരു രീതിയില്, ഇത് വേറൊരു രീതിയില്. ഇതുപോലെ എല്ലാം കാണാൻ പറ്റും. ഇതിൽ നിന്ന് ബിഗ് ബെൻ കണ്ടു, ലണ്ടനായി കാണാം. ഇങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഫേമസ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളും നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ലൈറ്റ് കത്തിയപ്പോഴത്തേക്ക് ഇനിയും ഭംഗിയായിരുന്നു. അങ്ങനെ അമ്മക്കിളി ഫുള്ള ചുറ്റി കറങ്ങി 1.5 മണിക്കൂർ അവിടെ ഞങ്ങൾ ചെലവഴിച്ചു. പക്ഷെ ഭയങ്കര കാറ്റായിരുന്നു. എങ്കിലും ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി അങ്ങനെ പോയി അവിടെ ഇരുന്ന് ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് അവിടെ പോയത്. അവിടെ ഇരുന്ന് നല്ല തൃപ്തിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതെല്ലാം കണ്ട് റിലാക്സ് ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോയിരുന്നു. അത് പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്ര ശാന്തസുന്ദരമായ ഒരു സ്ഥലം, ഒരു തിരക്കൊന്നുമില്ല, ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരു സ്ഥലം. കടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പക്ഷെ ഈ ലണ്ടൻ സിറ്റി മാതിരിയുള്ള ക്രൗഡ് അവിടെ ഇല്ലായിരുന്നു. അതാണ് ഈ പ്രിംറോസ് ഹില്ലിനുള്ള ഒരു പ്രത്യേകത. പക്ഷെ നല്ലൊരു സ്ഥലമായിരുന്നു. ആരെങ്കിലും പുതുതായിട്ട് ലണ്ടനിൽ വരുന്നവരുണ്ടെങ്കിൽ ഈ സ്ഥലമൊക്കെ ഒന്ന് പോയി കാണുക. സമ്മറിലാകുമ്പോൾ ഭയങ്കര തിരക്കുമായിരിക്കും, കാണാൻ ഇനിയും ഭംഗിയായിരിക്കാം. അപ്പൊ ഇതാണ് അമ്മക്കിളിയുടെ ലണ്ടനിലെ ഇന്നത്തെ വിശേഷം. അടുത്ത ഒരു നല്ല വിശേഷമായിട്ട് വരുന്നവരേക്കും നിങ്ങളെല്ലാവരും അമ്മക്കിളിയെ പ്രതീക്ഷിച്ചിരിക്കണം കേട്ടോ മക്കളെ.